16 വയസ്സുകാരിയായ ലിയാന ഫ്രെഡൻബാക്കും അവളുടെ 19 വയസ്സുകാരനായ ബോയ് ഫ്രണ്ട് ഫിലിപ്പി അവരുടെ ആദ്യ ആഴ്ചയുടെ ക്യാമ്പിംഗ് ട്രിപ്പിനായി പുറപ്പെട്ടു. ഇരുവരും വളരെ ചെറുപ്പക്കാരായിരുന്നു. ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ അത്യന്തം ആവേശത്തിലുമായിരുന്നു. അവരുടെ ബന്ധത്തിൽ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ അവർ ക്യാമ്പിങ്ങിന് തിരഞ്ഞെടുത്ത ആ സ്ഥലം, അത് പുറത്തേക്ക് എത്ര ശാന്തമായി തോന്നിയാലും യഥാർത്ഥത്തിൽ അത്ര തന്നെ അപകടകരമായ ഒന്നായിരുന്നു. ഉയർന്ന ക്രൈം റേറ്റും നിരന്തരമായ ഹിംസയും കാരണം ആ പ്രദേശം ഇതിനകം തന്നെ വളരെ കുപ്രസിദ്ധമായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് ഇവർക്ക് യാതൊരു ധാരണയുണ്ടായിരുന്നില്ല. ഒരു സാധാരണ അഡ്വഞ്ചർ ട്രിപ്പായിരിക്കേണ്ട യാത്ര അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകവും പൂർണ്ണമായ ഹൊറർ അനുഭവമായി മാറിയിരിക്കുകയാണ്. കാരണം രാത്രിയിൽ ഇരുവരും ടെന്റിനുള്ളിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാളുകൾ നിശബ്ദമായി അവരുടെ ടെന്റിന് സമീപമെത്തി. ഒരാളുടെ കയ്യിൽ ഒരു ഷോട്ട് ഗണ്ണും മറ്റേയാളുടെ കയ്യിൽ ഒരു വലിയ കത്തി ഉണ്ടായിരുന്നു. ആ ആയുധങ്ങൾ കണ്ടതും ഭയത്തിൽ ലിയാനയും ഫിലിപ്പിയും തളർന്നുപോയി. അവരെ പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി കൈകൾ കെട്ടിയിട്ട് ഒരു തരത്തിൽ ബന്ധികളാക്കി. അതേ നിമിഷം മുതൽ അവരുടെ ആ യാത്ര അവസാനിച്ചിരുന്നു. ഇനി തുടങ്ങാനിരുന്നത് ബ്രസീലിലെ ഏറ്റവും ഭീകരവും മനസ്സിൽ ഒതുക്കാനാകാത്തതുമായ ക്രൈം കേസുകളിൽ ഒന്നായിരുന്നു. ലിയാന ഫ്രെഡൻബാക്ക് 1987 മെയ് മാസം 6 ബ്രസീലിലെ സാവോ പൗളയിൽ ജനിച്ചു. അവൾ ഒരു സാധാരണ മിഡിൽ അപ്പർ ക്ലാസ് കുടുംബത്തിലാണ് വളർന്നത്. അമ്മ മരിയ, അച്ഛൻ ആരി, കൂടാതെ ഒരു ഇളയ സഹോദരൻ. ചെറുതും സന്തോഷകരവുമായ ഒരു കുടുംബം. അവളുടെ അച്ഛൻ ഒരു ലോയറാണ്, അമ്മ ഒരു ഹോം മേക്കർ. ലിയാന തന്റെ കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന, വളരെ സ്നേഹ സ്വഭാവമുള്ളവളും അത്യന്തം ലാളിത്യത്തോടെ ജീവിക്കുന്നതുമായ ഒരു പെൺകുട്ടിയായിരുന്നു. കുടുംബത്തിൽ ലിയാനയ്ക്ക് ഏറ്റവും അടുത്ത ബന്ധം അവളുടെ അച്ഛൻ ആരിയോടായിരുന്നു. ലിയാന എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലായ്പ്പോഴും മാതാപിതാക്കളോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. എവിടേക്കാണ് പോകുന്നത്, ആരോടൊപ്പമാണ് പോകുന്നത്, എപ്പോഴാണ് തിരികെ വരുന്നത്, എല്ലാ കാര്യങ്ങളും. അവളുടെ അച്ഛൻ ആരി പതിവായി വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയും അവളെ കൊണ്ടുപോവുകയോ തിരികെ ഇറക്കി കൊണ്ടുവരികയോ ഒക്കെ ചെയ്യും. ലിയാനയുടെ മാതാപിതാക്കൾ അവളെ സാവോ പൗളയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ചേർത്തു. കാരണം മികച്ച അന്തരീക്ഷത്തിൽ പഠിച്ചാൽ അവളുടെ ഭാവി കൂടുതൽ പ്രകാശമുള്ളതാകുമെന്ന് അവർ കരുതി. അതായിരുന്നു അവരുടെ ആഗ്രഹം. വെറും 16 വയസ്സിൽ തന്നെ ലിയാന തൻ്റെ കരിയറിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങി. അവൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കാൻ ആഗ്രഹിച്ചു. അതിനായി ബ്രസീലിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാൻ എഴുതേണ്ട ഒരു എക്സാം, ഫ്യൂസ്റ്റ് എന്ന എൻട്രൻസ് എക്സാമിനായി അവൾ തയ്യാറെടുക്കുകയായിരുന്നു. ഇത്ര ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഈ ഒരു സമർപ്പണം ലിയാന എത്രമാത്രം സ്ഥിരതയുള്ളതും സ്വന്തം ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തതയുള്ളതുമായ വ്യക്തിയാണെന്ന് കാണിച്ചിരുന്നുണ്ട്. അങ്ങനെ അവൾ തൻ്റെ പുതിയ സ്കൂളിൽ 19 വയസ്സുകാരനായ ഫിലിപ്പി കാഫെ പരിചയപ്പെടുന്ന സമയം ഇരുവരും തമ്മിൽ ആദ്യ നിമിഷത്തിൽ തന്നെ ഒരു പ്രത്യേക ബന്ധം അനുഭവപ്പെട്ടിരുന്നു. ഫിലിപ്പി വളരെ സാധാരണമായ പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നത്. സ്കൂളിൽ പഠിക്കുന്നതിനൊപ്പം ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. അവൻ ആ സ്കൂളിൽ പഠിച്ചത് സ്കോളർഷിപ്പിൻ്റെ സഹായത്തോടെയായിരുന്നു. പ്രത്യേക സൗകര്യങ്ങളൊന്നും അവനില്ല. അവൻ്റെയും സ്വപ്നങ്ങൾ വളരെ വ്യക്തമായിരുന്നു. ലോ പഠിച്ച് പിന്നീട് പോലീസ് ഫോഴ്സിൽ ചേരണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. അതേ സമയത്താണ് ഫിലിപ്പി തൻ്റെ ചില സുഹൃത്തുക്കളോടൊപ്പം ക്യാമ്പിങ്ങിന് പോകാനുള്ളൊരു പ്ലാൻ തയ്യാറാക്കിയത്. എംബുഗ്വാസു എന്ന ഗ്രാമത്തിനടുത്തേക്ക് പോകാനായിരുന്നു തീരുമാനം. ഇതിനായി അവർ ലിയാനയോടും സംസാരിച്ചു. പ്രത്യേകിച്ച് അവളോടൊപ്പം തന്നെ അവിടെ പോകണമെന്നും അവൻ പറഞ്ഞിരുന്നു. ഒക്ടോബറിൻ്റെ അവസാനം ഈ ക്യാമ്പിങ്ങിന് പോകാനായിരുന്നു അവരുടെ തീരുമാനം. ഫിലിപ്പി അതിന് മുൻപ് ഒരിക്കൽ സുഹൃത്തുക്കളോടൊപ്പം അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സ്ഥലം അവന് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷെ ക്യാമ്പിങ്ങിൻ്റെ ഈ തീയതി അടുത്തെത്തിയപ്പോൾ ഫിലിപ്പിയുടെ പല സുഹൃത്തുക്കളും പോകുന്നതിൽ നിന്നും പിന്മാറി. അവസാനം ഫിലിപ്പിയും ലിയാനയും മാത്രം ബാക്കി വന്നു. ഫിലിപ്പിക്ക് ട്രിപ്പിൽ പോകാനുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ ഒറ്റയ്ക്ക് വിടാൻ ലിയാനയ്ക്ക് മനസ്സില്ല. അങ്ങനെ ക്യാമ്പിങ്ങിന് അവർ രണ്ടുപേരും മാത്രം പോകാൻ തീരുമാനിച്ചു. പക്ഷെ ആ സ്ഥലത്തെക്കുറിച്ച് ഇരുവർക്കും അധികമൊന്നും അറിയില്ല. പ്രത്യേകിച്ച് ഗ്യാങ് ആക്ടിവിറ്റികളും ക്രിമിനൽ പ്രവർത്തനങ്ങളും കൊണ്ട് ഈ പ്രദേശം ഏറെ കുപ്രസിദ്ധമായിരുന്നുവെന്ന കാര്യം അവർക്കറിയില്ലായിരുന്നു. ഫിലിപ്പി ആദ്യമായി ഈ സ്ഥലത്ത് ക്യാമ്പിങ്ങിന് പോകുമ്പോൾ അവരുടെ ആ ഗ്രൂപ്പ് വളരെ വലുതായിരുന്നു. അതുകൊണ്ടാകാം അവരവിടെ കൂടുതൽ സുരക്ഷിതരായിരുന്നത്. അതിനാൽ ഒന്നും തെറ്റായി സംഭവിച്ചിരുന്നില്ല. പക്ഷെ ഇത്തവണ ലിയാനയും ഫിലിപ്പിയും മാത്രം ആ സ്ഥലത്തേക്ക് പോകാനിരിക്കുകയാണ്. ഇവരുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയ അടുത്ത ചില ദിവസത്തിൽ തന്നെ ലിയാന അച്ഛനോട് ഫിലിപ്പിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവർ തമ്മിൽ ഡേറ്റിംഗ് ചെയ്യുകയാണെന്നും തുറന്നു പറഞ്ഞു.
അതിനെക്കുറിച്ച് ആര്യയ്ക്ക് വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. 2003 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഏകദേശം 2 മാസം ഫിലിപ്പിയും ലിയാനയും ഒരുമിച്ച് സമയം ചിലവഴിച്ചു. പക്ഷെ തൻ്റെ മാതാപിതാക്കൾക്ക് ഫിലിപ്പിയെ അത്ര നന്നായി അറിയില്ലെന്നും പ്രത്യേകിച്ച് അവർക്ക് അറിയാത്തൊരു സ്ഥലത്തേക്ക് അവനൊപ്പം പോകാൻ അവർ ഒരിക്കലും അനുമതി നൽകില്ല എന്ന് ലിയാനയ്ക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ അച്ഛനോടൊരു കള്ളം പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രി അവൾ തൻ്റെ യൂത്ത് ഗ്രൂപ്പിനൊപ്പം ഉണ്ടാകുമെന്നും അടുത്ത ദിവസം രാവിലെ മുൻപ് പോയിട്ടുള്ള ഒരു സൂപ്പർവൈസ് ട്രിപ്പിന് പോവുകയാണെന്നും അവൾ പറഞ്ഞു. അതുകൊണ്ട് അച്ഛനായ ആര്യയ്ക്ക് പ്രത്യേക സംശയമൊന്നും തോന്നിയില്ല. ലിയാനയെക്കുറിച്ച് യാതൊരു സംശയവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഫിലിപ്പും ലിയാനയും ക്യാമ്പിങ്ങിനുള്ള അവരുടെ ബാക്കപ്പുകൾ ഒരു ദിവസം മുൻപേ സ്കൂളിലെ ലോക്കറിൽ വെച്ചിരുന്നു. വീട്ടിൽ ആരും സംശയിക്കാതിരിക്കാനായിരുന്നു അത്. ഫിലിപ്പി തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു സുഹൃത്തുക്കളോടൊപ്പം ക്യാമ്പിങ്ങിന് പോവുകയാണെന്ന്. അത് അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ വളരെ സാധാരണമായൊരു കാര്യമായിരുന്നു. ഇപ്പോൾ എല്ലാം തയ്യാറായി കഴിഞ്ഞു. പക്ഷേ ലിയാനയും ഫിലിപ്പിയും യഥാർത്ഥത്തിൽ എവിടേക്കാണ് പോകുന്നത് എന്ന് ആർക്കും അറിയില്ല. 2003 ഒക്ടോബർ 31 വെള്ളിയാഴ്ച സ്കൂളിലെ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ ശേഷം ലിയാന വീട്ടിലേക്ക് പോയില്ല. പകരം അവൾ സ്കൂൾ ഗേറ്റിന് പുറത്തെത്തി ഫിലിപ്പിയെ കണ്ടു. ഇരുവരും അവരുടെ ബാക്കപ്പുകൾ എടുത്ത് യാത്രയ്ക്കുള്ള മുഴുവൻ തയ്യാറെടുപ്പുകളോടെയും നഗരത്തിലേക്ക് പുറപ്പെട്ടു. അവർ ടിയറ്റ ബസ് ടെർമിനലെത്തി. അവിടെ നിന്ന് ഇരുവരും ടിക്കറ്റ് എടുത്ത് എംബുഗ്വാസുവിലേക്ക് പോകുന്ന ബസ് കയറി. പിന്നീട് അവിടെ നിന്നും സാറ്റ എന്ന ഗ്രാമത്തിലേക്ക് മറ്റൊരു ബസ് കയറി. അവരുടെ ക്യാമ്പിംഗ് സ്പോട്ടിനടുത്തുള്ള ഗ്രാമം അതായിരുന്നു. ആ ഗ്രാമത്തിൽ നിന്നും ഏകദേശം 4.5 കിലോമീറ്റർ ദൂരം നടക്കണം. അങ്ങനെ ഈ 4 കിലോമീറ്റർ മുന്നോട്ട് നടന്നു. ഫിലിപ്പി പറഞ്ഞിരുന്ന പഴയൊരു ഫാം ഹൗസിലെത്തി. വർഷങ്ങൾക്ക് മുൻപ് ഒരു ക്രിമിനൽ സംഭവത്തിന് ശേഷം അടച്ചുപൂട്ടിയ സ്ഥലമായിരുന്നു അത്. പക്ഷെ ആ സ്ഥലത്തെത്തിയ ശേഷം അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്ന് ഇരുവർക്കും യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അവർ ആ ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ ആളുകൾ അവരെ വളരെ വിചിത്രമായ രീതിയിൽ നോക്കിക്കൊണ്ടിരുന്നു. നടക്കുന്നതിനിടെ അവർ 2 ആളുകളെ കടന്നുപോയി. 16 വയസ്സുകാരനായ ക്യാമ്പീന, അവൻ്റെ 32 വയസ്സുകാരനായ സുഹൃത്ത് പെർനാംപോക്കോ. കുറച്ചു സമയത്തിന് ശേഷം ലിയാനയും ഫിലിപ്പിയും അവരുടെ ക്യാമ്പിംഗ് സ്ഥലത്തെത്തി. അവിടെ ടെന്റ് സ്ഥാപിക്കാൻ ഒരു നല്ല സ്ഥലം തിരഞ്ഞെടുക്കുമ്പോഴും ഈ 2 പേർ അവരെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ലിയാനയും ഫിലിപ്പിയും കൃത്യമായി എവിടെയാണെന്ന് അവർക്കറിയാം. ടെന്റ് സ്ഥാപിക്കുന്നതിനിടയിൽ ലിയാനയുടെ അച്ഛൻ അവളെ മൊബൈലിൽ വിളിച്ചു. ഫോണിലൂടെ കേൾക്കുമ്പോൾ അവളുടെ ചുറ്റുപാടിൽ ആളുകളുടെ ശബ്ദമോ ചലനമോ ഒന്നും അദ്ദേഹത്തിന് കേൾക്കാനായില്ല. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിന്റെ ചുറ്റിലും ആരുടെയും ശബ്ദം കേൾക്കാത്തത് എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ ലിയാന അച്ഛനോട് ഒരു ചെറിയ കള്ളം പറഞ്ഞു. യാത്രയുടെ ക്ഷീണം കാരണം എല്ലാവരും വളരെ പെട്ടെന്ന് ഉറങ്ങിപ്പോയെന്ന് അവൾ പറഞ്ഞു. അവളുടെ അച്ഛൻ ലിയാനയോട് പറഞ്ഞു, ശരി, നീയും നന്നായി വിശ്രമിക്ക്, ഇടയ്ക്ക് എന്നെ വിളിക്കെന്ന്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. രാത്രിയായപ്പോൾ ഏറെ ക്ഷീണിച്ചിരുന്ന ലിയാനയും ഫിലിപ്പിയും അവരുടെ ടെന്റിനുള്ളിൽ ഉറങ്ങിപ്പോയി. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ കാമ്പീനയും പെർനാംപോക്കോയും ആയുധങ്ങളുമായി അവിടെ എത്തി. ഒരാളുടെ കയ്യിൽ ഷോട്ട് ഗൺ, മറ്റൊരാളുടെ കയ്യിൽ വലിയൊരു കത്തി. അവർ ഉച്ചത്തിൽ കൂവി ലിയാനയും ഫിലിപ്പിയെയും ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചു പുറത്തേക്ക് വരാൻ പറഞ്ഞു. ഇരുവരും അത്യന്തം ഭയന്നുപോയി. രക്ഷപ്പെടാൻ യാതൊരു വഴിയും അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ കൈകളും കാലുകളും കെട്ടി, കണ്ണുകളിൽ തുണി കെട്ടി മൂടി. ആദ്യം ലിയാനയും ഫിലിപ്പിയും കരുതിയത് ഇവർ കവർച്ച നടത്താൻ വന്നുവെന്നാണ്. പക്ഷേ അതൊരു സാധാരണ കവർച്ചയല്ലായിരുന്നു. അതേ രാത്രി ലിയാനയുടെ ഫോൺ കോൾ വരാത്തത് കൊണ്ട് തന്നെ അവളുടെ അച്ഛൻ ആശങ്കപ്പെടാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ ഭയം കൂടാൻ തുടങ്ങി. കാരണം ലിയാനയുടെ ഫോൺ അപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. യാതൊരു രീതിയിലും അവളെ ബന്ധപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ലിയാനയുടെ ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അവളുടെ അച്ഛന് സത്യം മനസ്സിലായി. ലിയാനോ ഒരു സ്കൂൾ ട്രിപ്പിനല്ല പോയത്. അവൾ തൻ്റെ ബോയ് ഫ്രണ്ട് ഫിലിപ്പിയോടൊപ്പം എംബുഗ്വാസു എന്ന ഗ്രാമത്തിനടുത്ത് ക്യാമ്പിങ്ങിന് പോയിരിക്കുകയാണെന്ന്. ഇത് മനസ്സിലായ ഉടൻ അവളുടെ അച്ഛൻ ആ ഗ്രാമത്തിനടുത്തുള്ള പ്രദേശത്തേക്കെത്തി. ഒരു കാറെടുത്ത് ചുറ്റുപാടിലൊക്കെ ഇരുവരെയും തിരയാൻ തുടങ്ങി. ഒരു ബിസിനസ്സുകാരനായ സുഹൃത്തിൻ്റെ സഹായത്തോടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ലിയാനയുടെയും ഫിലിപ്പിയുടെയും മിസ്സിംഗ് പോസ്റ്ററുകൾ ആ പ്രദേശത്ത് മുകളിലൂടെ വിതറി. സമീപ പ്രദേശങ്ങളിലൊക്കെയും അവ വിതരണം ചെയ്യുകയും ചെയ്തു. അതേസമയം ക്യാമ്പീനയും പെർനാംപോക്കോയും ലിയാനയെയും ഫിലിപ്പിയെയും കനത്ത കാടുകളുടെ ആഴത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അടുത്ത 5 ദിവസങ്ങൾക്കിടയിൽ ലിയാനയുടെ ജീവിതത്തിൽ സംഭവിക്കാനിരുന്നത് അവൾ തൻ്റെ ഏറ്റവും ഭീകരമായ സ്വപ്നങ്ങളിലും ചിന്തിച്ചിട്ടില്ലാത്ത ദുരന്തമായിരുന്നു. അവസാനം പോലീസ് ലിയാനയും ഫിലിപ്പിയും ടെന്റ് സ്ഥാപിച്ചിരുന്ന ആ സ്ഥലത്തെത്തി. അവിടെ അവർക്ക് ടെന്റ് കണ്ടെത്താനായി. അവരുടെ ബാഗുകളും മറ്റെല്ലാ സാധനങ്ങളും എല്ലാം അതേപടി തന്നെ ഉണ്ടായിരുന്നു. ടെന്റിന് പുറത്തായി ലിയാന പതിവായി ധരിക്കാറുണ്ടായിരുന്ന സ്ലിപ്പർ, അതും അവിടെ കണ്ടെത്തി.
അത് കണ്ട നിമിഷം തന്നെ ലിയാനയുടെ അച്ഛന് മനസ്സിലായി ആരോ ഇവരെവിടെ നിന്നും തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണെന്ന്. സമീപ പ്രദേശങ്ങളിൽ അന്വേഷണം ആരംഭിച്ചപ്പോൾ ഒരു പേര് വീണ്ടും വീണ്ടും അവർക്ക് മുന്നിലെത്തി. ക്യാമ്പീന. ആ പ്രദേശത്തെ കാടുകളിൽ കുറ്റകൃത്യം നടത്തിക്കൊണ്ടിരുന്ന ഒരു കപടകാരിയായ കുറ്റവാളിയായിരുന്നു അവൻ. അതേ രാത്രിയിൽ ആ പ്രദേശത്ത് ജോലി ചെയ്തിരുന്ന ഒരു മരമുറിക്കാരൻ മിസ്സിംഗ് പോസ്റ്ററിലുണ്ടായിരുന്ന നമ്പർ കണ്ട് ലിയാനയുടെ അച്ഛനെ വിളിച്ചു. കാടിനുള്ളിൽ മദ്യലഹരിയിൽ തളർന്ന് നടക്കുകയും അസംബന്ധമായി സംസാരിക്കുകയും ചെയ്ത ഒരാളെ കണ്ടതായി അവൻ പറഞ്ഞു. ആ വ്യക്തി ആന്റോണിയോ കാസോണിയായിരുന്നു. പോലീസ് ഉടൻ തന്നെ അവൻ അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിനിടെ ആന്റോണിയോ എല്ലാം തുറന്നു പറഞ്ഞു. ആദ്യം അവർ ലിയാനയുടെയും ഫിലിപ്പിയുടെയും സാധനങ്ങൾ മോഷ്ടിക്കാനാണ് അവിടെ പോയതെന്ന് പറഞ്ഞു. പക്ഷെ ലിയാനെ കണ്ടതോടെ അവരുടെ ഉദ്ദേശം മാറി. ലിയാന അവരോട് പറഞ്ഞിരുന്നു താനൊരു സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ളവളാണെന്നും അവർ ആവശ്യപ്പെട്ടാൽ എത്ര പണം വേണമെങ്കിലും ഒരുക്കാമെന്നും. എന്നാൽ പെർനാംബോക്കോയുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. അവർ ലിയാനയും ഫിലിപ്പിയെയും കാടിന് നടുവിലുള്ള ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ഫിലിപ്പിയെ ഒരു കസേരയിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു. ലിയാനയെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ പെർനാംബോക്കോ അവളെ ലൈംഗികമായി പീഡിപ്പിച്ചു. അടുത്ത മുറിയിൽ നിന്നുകൊണ്ട് ഫിലിപ്പി എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ അവനായില്ല. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇരുവരെയും മറ്റൊരു വീട്ടിലേക്ക് മാറ്റി. അത് ആന്റോണിയോയുടെ വീടായിരുന്നു. അവിടെ അവൻ്റെ മറ്റൊരു സുഹൃത്ത് അക്നോൾഡോ പൈറസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരാകെ 5 പേരായി. അവിടെ അവർ ചേർന്നൊരു തീരുമാനമെടുത്തു. ഫിലിപ്പിയെ ജീവനോടെ വിടാൻ പാടില്ല. 2003 നവംബർ മാസം 2-ന് പെർനാംബോക്കോ ഫിലിപ്പിയെ വെടിവെച്ച് കൊലപ്പെടുത്തി. അതിനുശേഷം 2 ദിവസത്തേക്ക് ലിയാനയെ നിരന്തരം ക്രൂരമായി പീഡിപ്പിച്ചു. അവളെ വിശപ്പോടെ തന്നെ വെച്ചു, മർദ്ദിച്ചു, കെട്ടിയിട്ടു. അവളുടെ ഓരോ പ്രതീക്ഷയും പതുക്കെ പതുക്കെ തകർന്നു. നവംബർ മാസം 4-ന് നിരവധി പോലീസ് സംഘങ്ങൾ ചേർന്ന് ആ പ്രദേശമൊട്ടാകെ ലിയാനയും ഫിലിപ്പിയും തിരയുകയായിരുന്നു. ഈ വിവരം 5 പേരും അറിഞ്ഞതോടെ അവർ ഭയന്നുപോയി. ക്യാമ്പീനയ്ക്ക് അറിയാമായിരുന്നു ഫിലിപ്പിയുടെയും ലിയാനയുടെയും മേൽ അവർ ചെയ്തതെല്ലാം തെളിയിക്കാൻ കഴിയുന്ന ഏക സാക്ഷി ഇപ്പോൾ ലിയാന മാത്രമാണ്. അവൾ ജീവനോടെ തുടരുകയും അവർ പിടിക്കപ്പെടുകയും ചെയ്താൽ അവൾ നേരിട്ട് അവർക്കെതിരെ സാക്ഷ്യം നൽകും. അതിനാൽ അവർ ലിയാനയും കൊല്ലാൻ തീരുമാനിച്ചു. തൻ്റെ കൂട്ടുകാരനോട് ലിയാനയെ ബസ് സ്റ്റോപ്പിൽ എത്തിക്കാൻ പോകുന്നുവെന്ന് കള്ളം പറഞ്ഞു. പക്ഷെ അവൻ്റെ മനസ്സിൽ മറ്റൊരു പദ്ധതിയായിരുന്നു. അവൻ ലിയാനയെ കാടിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി. ഒന്നും അറിയാത്ത ലിയാന മുന്നോട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ക്യാമ്പീന തൻ്റെ കത്തിയെടുത്ത് ലിയാനയുടെ കഴുത്തിൽ ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റിട്ടും അവൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ വീണ്ടും വീണ്ടും ആക്രമിക്കപ്പെട്ടതോടെ അവസാനം ലിയാനയുടെ ജീവനും നഷ്ടമായി. ആന്റോണിയോ കേസിനോ പോലീസിനോട് എല്ലാം വെളിപ്പെടുത്തിയതിന് പിന്നാലെ പോലീസ് ബാക്കിയുള്ള 4 പേരെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു. 2006 ജൂലൈ മാസത്തിൽ കോടതിയുടെ വിധി പുറത്തു വന്നു. കാസോനയ്ക്ക് 124 വർഷം തടവ്, പൈറസിന് 47 വർഷം, മാറ്റാസിന് 6 വർഷം, പെർനാംബോയ്ക്ക് 110 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. പുറത്ത് എത്ര മനോഹരമായി തോന്നിയാലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരും സുരക്ഷിതരായിരിക്കണം എന്നില്ല. വിശ്വാസം, ജാഗ്രത, മാതാപിതാക്കളോടുള്ള തുറന്ന സമീപനം ഇവ ജീവിതത്തിൽ എത്ര പ്രധാനമാണെന്ന് ലിയാനയുടെയും ഫിലിപ്പിയുടെയും കഥ കാണിച്ചു തരുന്നു. ചെറിയൊരു തെറ്റായ തീരുമാനം പോലും ചിലപ്പോൾ ജീവിതം മുഴുവനും മാറ്റിമറിക്കും. അപരിചിതമായ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണം. ആരോടൊപ്പമാണ് പോകുന്നത്, എവിടേക്കാണ് പോകുന്നത്, ആ സ്ഥലത്തിൻ്റെ സാഹചര്യം എന്താണ്, എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കേണ്ടതാണ്. അതിലുപരി ഈ ഒരു സംഭവം മനുഷ്യരിലെ ക്രൂരത എത്ര ഭയാനകമായിരിക്കാമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ജാഗ്രതയും ഉത്തരവാദിത്വവും എല്ലായ്പ്പോഴും അനിവാര്യമാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവസാനമായി ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ഒരു ചെറിയ ലൈക്ക് എനിക്ക് ഒരുപാട് പ്രചോദനമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.